ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്യാമിൻ്റെ അടുത്ത് നിന്ന് ആ പേഴ്സ് വാങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അശ്വിൻ സാർ അറിഞ്ഞാൽ വഴക്ക് പറയും, എല്ലാം നനഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ്. ആ സമയമാണെങ്കിൽ ശ്യാം ശ്രുതി പോകുന്നത് നോക്കി നിൽക്കുകയാണ്. പോയി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി ശ്യാം ആ പേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തപ്പിയിട്ട് ആ കീ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അളിയൻ ഇനി ഈ കീ ഒളിപ്പിച്ചിട്ട് കഷ്ടപ്പെടണ്ട, എനിക്ക് വേണ്ടത് ഇതിന്റെ കോപ്പിയാണ്, അത് ഞാൻ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സോപ്പിൽ വെച്ച് അമർത്തി അതിൻ്റെ ഒരു രൂപം എടുത്ത് വെക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മിസ് ബി അവിടെ ഇരുന്ന് ക്രോസ് വേർഡ് പൂരിപ്പിക്കായിരിക്കും. അപ്പൊ അഞ്ജലി വന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മിസ് ബി. വീട് ചുമന്നുകൊണ്ട് നടക്കുന്ന ജീവി എന്ന് പറയുമ്പോൾ അഞ്ജലി കൈകൊണ്ട് കാണിച്ചു കൊടുക്കണേ ആമ എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് പ്രീതിയും മനോരമയും വരുന്നുണ്ട്. മനോരമ ജ്യൂസൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. മോളെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്രോസ് വേർഡ് പൂരിപ്പിക്കാം, എനിക്ക് ആന്റി സഹായിക്കാം, അത് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളെ എന്ത് പേര് വിളിക്കും എന്നും ചോദിച്ചിങ്ങനെ ആ കുട്ടി ആലോചിച്ച് നിൽക്കുമ്പോൾ പ്രീതി പറയും, അത് മോക്കറിയില്ലേ, ഓർഫൻ, അനാഥർ എന്ന് പറയുമ്പോഴേക്കും മനോരമയും അഞ്ജലിയും പ്രീതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടോ. ഈ കുട്ടി ആകെ ഡൗൺ ആയി പോവാണ്. അതും കൂടി കാണുമ്പോൾ പ്രീതി ചോദിക്കും, അയ്യോ മോക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുന്നതും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എണീറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ അഞ്ജലി പറയും, അവൾക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടാവും, അവൾക്ക് 4-ാം വയസ്സിൽ അവളുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രീതി പറയും, അയ്യോ ചേച്ചി അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതും നമ്മുടെ മനോരമ, അറിയില്ലായിരുന്നു, ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നല്ലോ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എന്താ വിളിക്കേണ്ടതെന്ന്, എന്നിട്ട് ഞങ്ങളത് അവളോട് പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ടാ അവൾ വിഷമിക്കുന്ന കരുതിയിട്ടല്ലേ, അവൾക്കത് എന്തോരം വിഷമായി കാണും, ഇനി ആ കുഞ്ഞിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് മനോരമ ചോദിക്കുമ്പോൾ, ആന്റി സാരല്ല, എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റല്ലേ, ഞാൻ തന്നെ പോയി സമാധാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പേഴ്സ് നോക്കുമ്പോൾ അവിടെ കാണില്ല. ഇത് എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കും, ഇവിടെ വെച്ച സാധനം ഒന്നും ഇവിടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലും. എന്താ നോക്കുന്നേ, ഇവിടെ വെച്ചിരുന്ന എന്റെ പേഴ്സ് എവിടെ, ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് ചെന്നിട്ട് ആ ഉണക്കാൻ വെച്ച ആ പേഴ്സും പൈസയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അശ്വിന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് ഉണക്കാൻ വെച്ചതായിരുന്നു. വാട്ട് ദ ഹെൽ, ഉണക്കാൻ വെക്കേ, അതെ എന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് തട്ടി വീണിരുന്നു, അപ്പൊ ഇതാകെ നനഞ്ഞിരുന്നു, അതുകൊണ്ട് ഉണക്കാൻ വെച്ചതാ എന്ന് പറയാട്ടോ. എന്നിട്ട് അതങ്ങ് മേടിച്ചിട്ട് അതിലുള്ള സാധനമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി അങ്ങനെ നോക്കുമ്പോൾ ശ്രുതി പറയും, അതിലെ നോട്ടുകളൊന്നും കറക്റ്റ് ആയിട്ടല്ല വെച്ചത്, സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കിക്കോളൂ എന്ന് പറയാട്ടോ. എനിക്ക് സംശയമൊന്നുമില്ല എന്നും പറഞ്ഞാൽ കബോർഡിന്റെ കീ ഉണ്ടോ നോക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ അശ്വിന് ആശ്വാസമാവാണ് കേട്ടോ. അപ്പോൾ എന്നെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ എന്ന് പറയുമ്പോൾ അശ്വിൻ കോട്ട എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ പറയും ശ്രുതി, എന്നിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളോട് കൂടുതൽ അടുത്തിരിക്കും. എന്നിട്ട് അശ്വിൻ വരുമ്പോൾ, അതെ എനിക്കൊരു ക്ലയന്റിനെ കാണാനുണ്ട്, അത് കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിൻ പറയും, നോക്ക് ശ്രുതി, ഇതൊന്നും നീ എന്നോട് വിസ്തരിക്കണ്ട, ക്ലയന്റുമായിട്ടോ ഗവർണറോ ആയിട്ടോ ആര് വേണമെങ്കിലും മീറ്റിംഗ് ചെയ്തോ, അതൊന്നും എന്നോട് പറയണ്ട എന്ന് പറയണേ. ക്ലയന്റുമായിട്ടോ ഓക്കെ, എന്റെ ഗവർണർ അത് നിങ്ങളല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അശ്വിൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഒരു ടവൽ എടുത്തുകൊണ്ട് അശ്വിനോട് പറയും, എന്നാ ശരി എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങ് പോവാണ്. അതെ പിന്നെ ഒരു കാര്യം പറഞ്ഞ് പിറകിന്ന് വിളിക്കാട്ടോ, ഇന്ന് നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ല പറഞ്ഞത്, അതെ അതിനെന്താ, അയ്യോ ഞാനൊരു കാര്യം മറന്നു, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാട്ടോ അശ്വിൻ. അതെ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ പിറകിന്ന് വിളിച്ചാ അത് ലക്ഷണക്കേടാ എന്ന് എൻ്റെ അമ്മയും അമ്മായും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനിപ്പോൾ എന്താ, അതിന് നിങ്ങൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ, നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കല്ല ഞാൻ, ഇപ്പോഴേ ഞാൻ ലേറ്റായി എന്ന് പറയട്ടോ അശ്വിൻ. അത് പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രുതി മുന്നിൽ അങ്ങോട്ട് കിടക്കൂട്ടോ. ശ്രുതി നിന്നോടാ പറഞ്ഞ മാറ് എന്ന് പറയുമ്പോൾ, ഞാൻ മാറില്ല, നിങ്ങൾ 5 മിനിറ്റ് ഇല്ലെങ്കിലും ഒരു 2 മിനിറ്റെങ്കിലും ഇവിടെ നിൽക്ക്, എന്നിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ മീറ്റിംഗ് ഒന്നും ശുഭമാവില്ല എന്ന് പറയാട്ടോ. അപ്പോൾ അശ്വിൻ ആ കാറിന്റെ ഭാഗത്ത് കൂടെ പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പോക്കറ്റ് തപ്പുമ്പോൾ കാറിന്റെ കീ ഉണ്ടാവില്ല. ഇത് കാണുമ്പോഴേക്കും ശ്രുതി അവിടെ എണീറ്റിരുന്ന് കാറിന്റെ കീ കാണിച്ചു കൊടുക്കാട്ടോ. ഇത് തരാനാ ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ അശ്വിൻ കൈ നീട്ടാണ് കേട്ടോ. ആ കൈ നീട്ടുമ്പോൾ ശ്രുതി അശ്വിന്റെ കൈകളിൽ കിസ് ചെയ്യാണ്. അപ്പോൾ അശ്വിൻ ആകെ സ്തംഭിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് കീ കൈ കൊടുത്തിട്ട് അശ്വിൻ അങ്ങ് പോവാട്ടോ.